സംസ്ഥാനത്തെ തീരമേഖല കടുത്ത ആശങ്കയിലാണ്. അവിടെ പ്രതിഷേധാഗ്നി ഇരമ്പുകയാണ്. സംസ്ഥാനത്ത് കടലാക്രമണം അതിരൂക്ഷമായി തുടരുന്നു. പല സ്ഥലത്തും റോഡിലേക്കും വീട്ടിലേക്കും ഒക്കെ വെള്ളം കയറിയ സംഭവമുണ്ടായി. കള്ളക്കടൽ പ്രതിഭാസം 2 ദിവസം കൂടി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും ഒപ്പം തീരദേശവാസികളുമൊക്കെ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പുണ്ട്. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടൽ എന്ന ഈ പ്രതിഭാസത്തിന് കാരണം. വേലിയേറ്റ സമയമായതിനാലാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ തീവ്രത കൂടിയത്. തെക്കൻ കേരളത്തിൽ ഇന്നും കടലേറ്റം രൂക്ഷമായിരുന്നു. തിരുവനന്തപുരം പുല്ലുവിള, അടിമലത്തുറ, പുതിയതുറ, പൂന്തുറ, പൊഴിയൂർ, തുമ്പ മേഖലകളിൽ ശക്തമായ കാറ്റും തിരമാലയും. പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ 2 വരെയുള്ള നാട്ടുകാരും ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരെയൊക്കെ സ്കൂളുകളിലോട്ടും മറ്റേ ഫ്ലാറ്റിലോട്ടൊക്കെ നേരത്തെ മാറ്റി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്ക് കടലിലോട്ട് മീൻ പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ റോഡെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വണ്ടികളൊന്നും അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. തീരദേശം ഒറ്റപ്പെട്ട് കഴിഞ്ഞു. വലിയ ബുദ്ധിമുട്ട്. കടലിൽ പണിക്ക് പോകാനില്ല, വഴിയില്ലാതെ ഇവിടെ തെണ്ട് തിരിയുന്ന ആളൊക്കെ ഒരു വെള്ളം കുടിക്കാൻ വഴിയില്ലാതെ, റോഡുമില്ല. ഈ കടലിൽ കമ്പൂല പിടിക്കുന്ന അതേ ആര്യായ സ്ഥലമില്ല. എന്നിട്ട് ഈ വള്ളങ്ങളൊക്കെ എല്ലാം കയറ്റിയിട്ടിടക്കും. കൊല്ലത്ത് 5 വീടുകൾ പൂർണ്ണമായും 25 വീടുകൾ ഭാഗികമായും തകർന്നു. ഇന്നലെ രാവിലെ ഒരു 11 മണിക്ക് കയറാൻ തുടങ്ങിയ കടലിൽ നിന്ന് വെളുക്കുന്ന ഈ സമയമായിട്ടും കടലേറ്റം നിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുമോനെ? ഞങ്ങൾ എങ്ങോട്ട് പോയി താമസിക്കും? ഞങ്ങൾ പൈസ എന്ന തള്ളമാരെയും കൊണ്ട് ഞങ്ങൾ എവിടെ പോയി കിടക്കും? ഞങ്ങൾക്ക് ആകെ പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നതിന്. ഒരു മനുഷ്യർ വന്ന് നോക്കിയിട്ടില്ല. ഒരു മനുഷ്യർ എല്ലാവരുടെയും കാല് പോയി പിടിച്ചിട്ടുണ്ട്. ആരും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് കിടപ്പാടം വേണം. ആലപ്പുഴയിൽ കടൽ ഉൾവലിഞ്ഞു. ചെളിയടിഞ്ഞ അവസ്ഥ. ഏകദേശം 4ഓളം വെള്ളം ഇവിടെ നടന്നു പോയി. ഫിഷറീസിൻ്റെ ആയിട്ട് ഒരു ബോട്ടോ കാര്യങ്ങളോ കോസ്റ്റൽ പോലീസോ ആരും ഇവിടെ ഇല്ലായിരുന്നു. മുന്നറിയിപ്പുണ്ടെങ്കിലും ഈ അടങ്ങിയിരിക്കുന്ന വെള്ളമൊക്കെ എവിടെ പിടിച്ച് കയറ്റാനാണ്. തൃശ്ശൂരിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 15 ലക്ഷം രൂപയോളം ഇപ്പോൾ ചെലവ് ചെയ്തിട്ടാണ് ഈ വലപ്പണി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇനിയും ഈ വലകളൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ സാധാരണ വർഷത്തായാലും വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ ആഴ്ചകളോളം ഈ വെള്ളം അടിവലിയാൻ സമയം പിടിക്കും. അപ്പോൾ അതിൻ്റെ വില പറയാൻ പറ്റില്ല. ആ വല എടുത്തു നോക്കിയാലേ അടിയിലെ വല മൊത്തമായിട്ട് ഞങ്ങൾക്ക് ഇളക്കം വന്ന് പോയിട്ടുണ്ടാവും. കടലാക്രമണം രൂക്ഷമായ സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം തുടരുകയാണ്. ആശങ്കകളുടെ തിരയിളക്കമാണ് ഈ കാണുന്നത്. കള്ളക്കടലെന്ന് ശാസ്ത്രലോകം പറയുമ്പോഴും വലിയ ഭീതിയിൽ തന്നെയാണ് തീരദേശവാസികളുടെ ജീവിതം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.